നിലമ്പൂരിൽ ചെങ്കൊടി താഴുകയാണ്. 14 വർഷങ്ങൾക്ക് ശേഷം നിലമ്പൂരിൽ ചെങ്കൊടി താഴുന്നു. 9 പൊട്ടി. കൈപ്പത്തി പതിച്ച ത്രിവർണ്ണ പതാക പറക്കുന്നു. കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൗക്കത്ത്, ആര്യാടൻ രണ്ടാമൻ, ആര്യാടൻ ജൂനിയർ, ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിന്റെ പുതിയ ജനനായകനാകുന്നു. ഇനി മരം കയറ്റം തന്നെയാ നല്ലത്. മുതലാളി ഇങ്ങ കേറിപ്പോര്. MLA ആർദ്രമായ അഭിനന്ദനം. എത്ര പൊട്ടിന്നറിയില്ല, എത്ര എണ്ണാനൊന്നും പറ്റില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, ഒരു വിസിലടിയോട് കൂടിയിട്ട് അല്ലേ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതേ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. ഒടുവില ഓമനക്കുട്ട സത്യം മനസ്സിലായത്. എന്തുകൊണ്ടാണ് ഉന്നം തെറ്റിയതെന്ന് ഞാൻ വിശദമാക്കി തരാം. ഇവിടെ മണ്ഡലത്തിൽ പൊതുവിൽ ഞങ്ങൾക്ക് തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്, ഞങ്ങൾക്ക് പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. അത് എല്ലായിടത്തും ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഞങ്ങൾക്ക് മുൻപോട്ട് വരാൻ കഴിഞ്ഞില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ട ജയകാന്ത, നിനക്ക് ഈ ഗതി വന്നല്ലോ, പക്ഷേ നീ തളരരുത് കുഞ്ഞേ. അല്ല, ഭരണവിരുദ്ധ വികാരമാണെന്ന് ഞാൻ വിലയിരുത്തുന്നില്ല ഈ ഘട്ടത്തിൽ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പിന്നെ ഓരോരുത്തരും വോട്ടൊക്കെ പിടിച്ചതിനെ സംബന്ധിച്ച് എന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലത്. അവിടെ ഇവിടെയും തൊടാതെ ഒരു കളി, അതാണ് എന്റെ ഒരു നയം. ഇപ്പോ അത്തരം ഒരു വിശദാംശങ്ങളിലേക്ക് കടന്നുപോയിട്ട് ചർച്ച ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്ന് വരില്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഞങ്ങൾ ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ജനങ്ങളുമായി ചർച്ച ചെയ്തത്. ഞങ്ങളെ എതിർക്കുന്നവർ ഓരോ ഘട്ടത്തിലും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച വിവാദങ്ങളുടെ പുറകെ ഞങ്ങൾ പോയില്ല. വിപ്ലവത്തിന്റെ ശത്രുക്കൾ, സ്ഥിതിസമത്വത്തിന്റെ പാതയിലെ കുപ്പിച്ചില്ലുകൾ, കാരമുള്ളുകൾ, കാളസർപ്പങ്ങൾ. മതി 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 മതി, വിസ്താരം മതി. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഞാനായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കോ ഒത്തുതീർപ്പിനോ പോകേണ്ടതായി വന്നില്ല. കൂടുതലൊന്നും ഇപ്പൊ പറയുന്നില്ല. എന്റെ ആത്മകഥ വാരികയില് ഗണ്ടശ പ്രസിദ്ധീകരിക്കും, അപ്പൊ വായിച്ചു നോക്കി. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കേരള സിംഹം ശ്രീമാൻ ജോണി വെള്ളിക്കാല നിങ്ങളോട് സംസാരിക്കുന്നതാണ്. കേരളത്തിൽ 9 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണിതെന്നാണ് UDF നേരത്തെ പ്രഖ്യാപിച്ചത്. ഇവറ്റകൾ അധികാരത്തിൽ വന്നതിന് ശേഷം പുരോഗതിയെല്ലാം പിന്നോട്ടാണ്, പിന്നോട്ട് പിന്നോട്ട് പിന്നോട്ട്. കാര്യം ജ്ഞാനശീലേട്ടൻ ഇത്രയും കാലം പറഞ്ഞത് മുഴുവൻ മണ്ടത്തരമാണെങ്കിലും ഇതിൽ കാര്യമില്ലാതില്ല. ഷൗക്കത്ത് ജയിക്കണേ ആകാശം ഇടിഞ്ഞു വീണു. ഓ, ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ഞാനും കൂടെ നിന്ന് തലകുത്തി മറിഞ്ഞാൽ പോലും അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാൻ കഴിയില്ല. ഏതോ ഒരു ശപിക്കപ്പെട്ട നിമിഷത്തിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി. ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് നന്നായി കാണാനാ. ഇനി ഈ നാടകങ്ങളിൽ പറ്റില്ല, അത് നടപ്പില്ല. പൊട്ടനും പോയി, പണ്ടനും പോയി, പോട്ടും കിട്ടി. അതിലെത്താ.